RSS അനുകൂല നിലപാട് സ്വീകരിക്കുന്ന NSSനെ കടന്നാക്രമിക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. സ്വന്തം ഇഷ്ടപ്രകാരവും രക്ഷിതാക്കൾക്കൊപ്പവും വനിതാ മതിലിനെത്തുന്ന കുട്ടികളെ തടയില്ല. എന്നാൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സ്കൂളുകൾക്ക് സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടില്ല. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ വനിതാ മതിലിൽ പങ്കെടുപ്പിക്കരുത് എന്ന ഹൈക്കോടതി വിധി മാനിച്ചാണ് ഇത്. വനിതാ മതിലിന്റെ ഒരുക്കങ്ങൾ സംബന്ധിച്ച വിശദ ചർച്ചയാണ് സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായത്. NSSനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നുവന്നു. വനിതാ മതിൽ പൊളിക്കാൻ RSSനൊപ്പം NSS ചേർന്നു. അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കാനുള്ള NSS തീരുമാനം ഇതിന്റെ ഭാഗമാണെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. അവരെ അതേ നാണയത്തിൽ നേരിടണമെന്നും യോഗത്തിൽ അഭിപ്രായമുണ്ടായി. തുടർന്നാണ് NSSനെ രാഷ്ട്രീയമായി നേരിടാൻ പാർട്ടി തീരുമാനിച്ചത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ വനിതാ മതിലിൽ പങ്കെടുപ്പിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു. വനിതാ മതിലിൽ പങ്കെടുക്കാനെത്തുന്ന കുട്ടികളെ തടയേണ്ടെന്ന തീരുമാനമാണ് സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായത്. സ്വമേധയും രക്ഷകർത്താക്കൾക്കൊപ്പവും വരുന്ന കുട്ടികളെ തടയേണ്ടതില്ല. എന്നാൽ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ സ്കൂളുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകില്ല. മതിലിൽ വിള്ളൽ പാടില്ല. കീഴ്ഘടകങ്ങൾക്ക് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിക്കണം. ആരെയും മാറ്റി നിർത്തരുത്. തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ പ്രാദേശിക ഘടകങ്ങൾ ജാഗ്രത കാട്ടണമെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനമായി. സ്ത്രീകൾക്കൊപ്പം വരുന്ന പുരുഷന്മാരെ അണിനിരത്തി എതിർദിശയിൽ പുരുഷമതിൽ വേണമെന്ന അഭിപ്രായവും യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.